ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടെക് ട്രിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു എക്സൽ ടിപ്പാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഒരു അഡ്രസ് ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലിപ്പോൾ സീരിയൽ നമ്പർ, നെയിം, ടെലിഫോൺ നമ്പർ, ഇത്രയും കാര്യമാണുള്ളത്. ഈ ടെലിഫോൺ നമ്പറുകൾ നമുക്ക് വാട്സപ്പുമായിട്ട് ലിങ്ക് ചെയ്യണം. സാധാരണഗതിയിൽ ഒരു വാട്സപ്പ് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് നമ്പർ കോപ്പി ചെയ്ത് പോയിട്ട് വാട്സപ്പിൽ കയറി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും ഒക്കെ ഒരുപോലെ നമുക്ക് ഇത് വാട്സപ്പുമായിട്ട് ലിങ്കായിട്ട് സെറ്റ് ചെയ്യാം. ഒരു ക്ലിക്ക് മതി നമുക്ക് വാട്സപ്പ് കണക്ട് ചെയ്തിട്ട് അതിൽ സെൻഡ് ചെയ്യാം. ഈ ടെലിഫോൺ നമ്പറിൻ്റെ അടുത്ത കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് = എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഹൈപ്പർ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ടിനകത്ത് https:// ആണ് ഇട്ട ശേഷം WA.ME പിന്നെ ഒരു / എന്നിട്ട് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഒരു ആംപസൻഡ് മാർക്ക് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ടെലിഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു കോമ കൊടുക്കുക. കോമ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ നെയിം കോളത്തിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഹൈപ്പർ ലിങ്കിനൊരു ടെക്സ്റ്റ് വേണമല്ലോ, അത് ആ പേര് തന്നെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുന്നതോടെ നമ്മുടെ ലിങ്ക് സെറ്റായി. ആ കോളത്തിലെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. ഇനി ഇതേ ഫോർമുല എല്ലാ കോളത്തിലേക്കും സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് ആ കോളം സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ റൈറ്റ് ബോട്ടം കോർണറിൽ കാണുന്ന പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. അപ്പോൾ എല്ലാ കോളത്തിലും എല്ലാ നമ്പറുകളും ഇതുപോലെ വാട്സപ്പ് ലിങ്കായി സെറ്റ് ചെയ്യും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യും. വാട്സപ്പിൻ്റെ ലിങ്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യും. ഇതിൽ കണ്ടിന്യൂ ടു ചാറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി നമ്മൾ വാട്സപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ വാട്സപ്പ് വെബിലേക്കാണ് പോകുന്നത്. ഓൾറെഡി ഞാൻ വാട്സപ്പ് വെബ് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്യും. നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിവിടെ മേലെ കാണിക്കും. 2 ഓപ്ഷൻ ഉണ്ട്. മേലെ അപ്പർ റൈറ്റ് കോർണറുള്ള സ്മോൾ ഐക്കണിലോ അല്ലെങ്കിൽ ഡൗൺലോഡിലോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു വിൻഡോ വരും. ഇവിടെ ആൻഡ്രോയിഡിലേക്കോ അല്ലെങ്കിൽ iOS അല്ലെങ്കിൽ വിൻഡോസ് പോലുള്ള ഏതിലേക്കാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ നമുക്ക് ആവശ്യമായ ഡൗൺലോഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തൽക്കാലം എനിക്ക് അത് ഡൗൺലോഡ് ചെയ്യേണ്ടതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട രീതി കാണിച്ചു തന്നു എന്ന് മാത്രം. നമുക്കതൊരു ലോക്കൽ ആപ്പായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് ആയ ശേഷം ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.